കണ്ണൂർ വളപട്ടണത്ത് 1 കോടി രൂപയും 300 പവനും കവർന്ന സംഭവത്തിൽ അയൽവാസി പോലീസ് കസ്റ്റഡിയിൽ. അഷ്റഫിന്റെ അയൽവാസി ലിജീഷാണ് പോലീസ് പിടിയിലായത്. കവർച്ച നടന്ന വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ലിജീഷ്. പ്രതിയിൽ നിന്നും 1 കോടി 21 ലക്ഷം രൂപയും 267 പവൻ സ്വർണവും കണ്ടെടുത്തു. കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് മോഷണ വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ വ്യക്തമാക്കി. റിക്കവറിയുടെ ഭാഗമായിട്ട് ഇയാൾ ഈ സാധനം മോഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ വെച്ചിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ കട്ടിൽ പ്രത്യേകമായിട്ട് മോഡിഫൈ ചെയ്തിട്ട് പ്രത്യേകമായിട്ടൊരു ക്ലോസറ്റ് ഉണ്ടാക്കിയിട്ട് അതിലെ വളരെ നന്നായിട്ട് എല്ലാം സാധനങ്ങൾ സൂക്ഷിച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്തിരുന്നു. അദ്ദേഹം ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. സോ അദ്ദേഹത്തെ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഈ ജനൽ എങ്ങനെ എടുക്കണം, പിന്നെ ഈ വെൽഡിങ് സീലിങ്ങിൻ്റെ കാര്യം എങ്ങനെ ചെയ്യണം, വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് നോക്കുമ്പോൾ കുറേ ടൂൾസ് അടക്കമെല്ലാം ഉണ്ട്. സോ അദ്ദേഹം ഈ സാധനമെല്ലാം ഇയാൾ നമുക്ക് കാണിച്ചിട്ട് കൊടുത്തു. ഞങ്ങൾ റിക്കവറി നടത്തി. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു 1.21 crores എക്സാക്ട്ലി പറഞ്ഞാൽ 1,21,43,000 rupees ക്യാഷ് റിക്കവർ ചെയ്തിട്ടുണ്ട്. 267 പൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, അതായത് ദൃക്സാക്ഷികളോ വ്യക്തതയാർന്ന CCTV ദൃശ്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കേസിൽ പോലീസ് വളരെ വേഗത്തിൽ ആ പ്രതിയിലേക്ക് എത്തിയത്, ശാസ്ത്രീയ തെളിവുകളിലൂടെ വളരെ വേഗത്തിൽ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞുവെന്നത് കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ ഒരു നേർസാക്ഷ്യം. മറ്റൊന്ന്, ഈ തൊട്ടയൽപ്പക്കക്കാരനായ ലിജീഷ് തന്നെയാണ് ഇയാളുടെ വീട്ടിൽ കയറി ഇത്രയും പണവും സ്വർണവും ഒക്കെ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതിലൊരു വലിയ അത്ഭുതമുണ്ട്. തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ ഈ കൃത്യം നടത്തിയെന്ന് പറയുമ്പോൾ, അപ്പോൾ പോലീസ് അതിലേക്ക് പോയ വഴിയടക്കമുള്ള കാര്യങ്ങൾ, ഈ പണവും സ്വർണവും ഒക്കെ വീണ്ടെടുത്ത് അടക്കമുള്ളതിന്റെ വിശദാംശങ്ങൾ. മനു, ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് പോലീസ് ഈ അന്വേഷണം തുടങ്ങിയത്. കാരണം ദൃക്സാക്ഷികളോ കാര്യമായ തെളിവുകളോ ഒന്നും ലഭിച്ചില്ല. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിൽ കൃത്യം നടന്ന് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചാൽ മാത്രമേ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ഈ മണം പിടിച്ചുള്ള പരിശോധന എല്ലാം സാധ്യമാവുകയുള്ളൂ. എന്നാൽ ഈ മോഷണം നടക്കുമ്പോൾ വീട്ടുകാർ അതിനുശേഷം 3-ാമത്തെ ദിവസമാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. അതായത് മോഷണം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിന് ഈ പരാതി തന്നെ ലഭിക്കുന്നത്. അവിടെ നിന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തുടക്കത്തിൽ കിട്ടിയത് വളരെ അവ്യക്തമായ ഒരു CCTV ദൃശ്യം മാത്രമാണ്. ആ ദൃശ്യത്തിൽ നിന്നാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്. അതിൽ നിന്ന് മറ്റൊന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കഷണ്ടിയുള്ള ആളാണ് എന്ന് അവ്യക്തതയോടുകൂടി മനസ്സിലാകുന്ന ഒരു ദൃശ്യമായിരുന്നു. അതിനുശേഷം ആ ദൃശ്യങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് പിന്നെ അന്വേഷണം നടത്തുകയും ഇത്തരത്തിലുള്ള ആളുകളെ, സമീപത്തുള്ളവരും സംശയമുള്ളവരെയും എല്ലാം തന്നെ പരിശോധിക്കുകയും നിരീക്ഷണത്തിൽ ആക്കുകയും ചെയ്തത്. പിന്നീട് സംശയമുള്ളവരോട് വിരലടയാളവും ശേഖരിച്ചു. ഈ കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച വിരലടയാളവും ശേഖരിച്ച് ഇത് മാച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ അയൽവാസിയായ ലിജീഷിലേക്ക് പോലീസ് എത്തുന്നത്. ആദ്യം ലിജീഷിനെ, പിന്നെ 2 ദിവസം തുടർച്ചയായി പോലീസ് ലിജീഷിനെ നിരീക്ഷിക്കുകയും അതിനുശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടത്തിൽ കുറ്റം സമ്മതിക്കാൻ ഈ പ്രതി തയ്യാറായിരുന്നില്ല. എന്നാൽ പോലീസ് പഴുതടച്ച ചോദ്യം ചെയ്യലിൽ പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരികയായിരുന്നു. ഇവർ അവിടെ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കി വീടിൻ്റെ പിൻഭാഗത്തെ ഗ്രില്ല് തകർത്ത് കടന്നാണ് പ്രതി ഈ മോഷണം നടത്തിയത്. വെൽഡിംഗ് ജോലിക്കാരനായ പ്രതിക്ക് ഈ ഗ്രില്ല് തകർക്കുന്നതും അതോടൊപ്പം തന്നെ ലോക്കർ തുറക്കുന്നതുമെല്ലാം വളരെ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. ലോക്കർ ഉണ്ടാക്കാൻ പോലും അറിയുന്ന ആളാണ് ഈ പ്രതി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ മോഷണം മുതലെല്ലാം കൂടി ചാക്കിൽ കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലിനടിയിൽ ഒരു പ്രത്യേക അറയുണ്ടാക്കി സീൽ ചെയ്തു. അതായത് തുറക്കാൻ കഴിയാത്ത വിധം, കണ്ടാൽ മനസ്സിലാകാത്ത വിധമാണ് കട്ടിലിനടിയിൽ ഒരു അറയുണ്ടാക്കി അതിൽ തൊണ്ടി മുതൽ സൂക്ഷിച്ചത്. ഏതായാലും മുഴുവൻ ഈ മോഷണം മുതലും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ അഭിനന്ദനമാണ് പോലീസിനെ തേടി ഈ കേസ് വളരെ വേഗത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞതിൽ പോലീസിനെ തേടി വിവിധ കോണുകളിൽ നിന്ന് നിരവധി ആളുകളാണ് അഭിനന്ദനവുമായി എത്തുന്നത്. മനു, തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം സന്തോഷ് പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇത്രയും വലിയൊരു കേസ് നമ്മുടെ പോലീസ് തെളിയിച്ചിരിക്കുന്നത്. അതും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കേസ് തെളിയിക്കുന്നു. അതിലെ സ്വർണവും പണവും ഒക്കെ വീണ്ടെടുക്കുന്നത് നമ്മൾ കാണുന്നു. അതാണ് ഇന്ന് കണ്ണൂരിൽ തളിപ്പറമ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. കേരള പോലീസിന്റെ മികവിന് ബിഗ് സല്യൂട്ട് തന്നെ നൽകാം. ഈ വ്യാപാരിയായ അഷ്റഫിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ലിജീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വീട്ടിൽ കയറി അവർ കല്യാണത്തിന് പോയ സമയത്ത് ഇത്രയും സ്വർണവും പണവും ഒക്കെ കവർന്നുകൊണ്ടുപോയത്. വിവരങ്ങളാണ് എം സന്തോഷ് നൽകിയത്.